വിശ്വാസികളെ, കഴിഞ്ഞ 10-ാം തീയതി മനുഷ്യ അവകാശ ദിനമായി ലോകം ആചരിക്കുന്ന മഹത്തായ ദിവസമാണ്. മനുഷ്യന്റെ അവകാശങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ അഭിമാനം. പരിശുദ്ധമായ ഇസ്ലാം വളരെ ഗൗരവമായി കാണുന്ന ഒന്നാണ് മനുഷ്യന്മാരുടെ അഭിമാനം. പണ്ടൊക്കെ അഭിമാനം പിച്ചിച്ചീന്തുക എന്നാൽ വളരെ മോശമായി കണ്ടിരുന്ന, വളരെ മോശമായി കാണാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്നൊരു മനുഷ്യന്റെ അഭിമാനത്തെ നശിപ്പിക്കുക എന്നത്, ഒരു മനുഷ്യനെ പരിഹസിക്കുക എന്നത്, എല്ലാം റീച്ച് കൂടാനും വ്യൂസ് കൂടാനും ഫോളോവേഴ്സ് കൂടാനും യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും വരുമാനത്തിന്റെ സ്രോതസ്സുമായും എല്ലാം കാണുന്ന അവസ്ഥയിലേക്ക് സമൂഹം തരം താഴ്ന്നുപോയി. ഒരാളെ പരിഹസിക്കുന്ന വീഡിയോ കാണാനാണ് ഇടുന്നയാളേക്കാൾ ഈ സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുന്നവരിൽ അധിക ആളുകൾക്കും താല്പര്യം. പരിഹാസം വളരെ ഗൗരവത്തോടെയും വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയതുമായിട്ടും മനുഷ്യനെ പരിഹസിക്കലും മനുഷ്യന്റെ അഭിമാനത്തെ നശിപ്പിക്കലും ഇന്ന് ഒരു വലിയ വരുമാന മാർഗമായി പോലും കണ്ട അവസ്ഥയിലേക്ക് സമൂഹം മതപ്പതിച്ചു പോയിരിക്കുന്ന കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അള്ളാഹുവും അവന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ക്ഷതമേൽക്കുന്ന വിഷയത്തിൽ അതീവ ഗൗരവമായ ഭാഷയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരാളുടെ രൂപം മോശമാണെങ്കിൽ അതിന്റെ പേരിൽ അയാളെ പരിഹസിക്കാൻ പാടില്ല. ഒരാളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ അതിന്റെ പേരിൽ അയാളുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. ഒരാളുടെ കുടുംബ മഹിമ അല്പം കുറവായിട്ട് സമൂഹം വിലയിരുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അയാളെ തരം താഴ്ത്താൻ പാടില്ല. ഒരാൾക്ക് നിറം കുറവാണെങ്കിൽ അതിന്റെ പേരിൽ അയാളെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിച്ചുകൊണ്ട് അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. ഒരാളുടെ നാട്, ആ നാടിന്റെ മോശം സാഹചര്യം പറഞ്ഞുകൊണ്ട് ആ നാട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. ഒരു നിലയ്ക്കും ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ഒരു നിലയ്ക്കും ഏതെങ്കിലും രൂപത്തിലുള്ള ക്ഷതമേൽപ്പിച്ചാൽ അതിനുള്ള തിക്തഫലം നമുക്ക് നമ്മുടെ ആരോഗ്യം കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ ആഴ്മാലുകൾ കൊണ്ടോ തടുക്കാൻ കഴിയുന്നതിനപ്പുറത്തായിരിക്കുമെന്ന വസ്തുത വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസ് ഞാൻ അതിനുവേണ്ടി നിങ്ങളുടെ മുന്നിൽ ഉണർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോകത്ത് നാളെ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇന്നൽ മുസ്തഹ്സഈൻ, പരിഹസിക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ കളിയാക്കുന്നവർ നമ്മളെത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്, എത്ര ലാഘവത്തോടെയാണ് മറ്റൊരാളെ പരിഹസിക്കുന്നത് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ മുസ്തഹ്സഈന, പരിഹസിക്കുന്ന ആളുകൾ, ബിന്നാസി, ജനങ്ങളെ പരിഹസിക്കുന്നവർ, യുഫ്തഹു ലി അഹദിഹിം ബാബും മിനൽ ജന്ന, നാളെ പരലോകത്ത് അവരിങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടി സ്വർഗീയ വാതിലുകൾ തുറന്നു വെക്കപ്പെടുന്നതാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം ഹദീസ്. ഞാൻ പറയുന്ന ഞാനും നിങ്ങളെല്ലാവരും ഉറങ്ങാനുള്ള അവസരമായി ഈ സമയം ഉപയോഗപ്പെടുത്തരുത്. ഇതുപോലുള്ള വലിയ ആത്മീയമായ ഈ മോട്ടിവേഷൻ നൽകുമ്പോൾ നമ്മൾ ആ സമയത്ത് ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരിഹസിച്ചവർക്ക് വേണ്ടി നാളെ സ്വർഗീയ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ പരിഹസിക്കുന്നവർക്ക് വേണ്ടി തുറക്കപ്പെടും. ഫയുഖാലു ലഹും ഹലുമ്മ, എന്നിട്ട് അവരെ ഇങ്ങനെ വിളിക്കും, വരൂ, സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ്. ഫയജീഉ ബികർബിഹി വഅമ്മിഹി, അവർ വലിയ പ്രയാസത്തോടെ അവരിങ്ങനെ ആ കിട്ടിയ ഒരു അവസരം ഇങ്ങനെ പ്രയാസത്തോടെ മുട്ടിലഴിഞ്ഞും പ്രയാസപ്പെട്ടും സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്.
ഫൈദാ ജാഅഹു സ്വർഗ്ഗത്തിന്റെ അടുക്കലെത്തിയാൽ ഉഗ്ലിക ദൂനഹു അയാളെ കടത്താണ്ട് സ്വർഗ്ഗത്തിന്റെ വാതിലടക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. പരിഹസിച്ചവർ നാളെ സ്വർഗീയ ലോകത്തേക്ക് അവരെ വിളിക്കപ്പെടുകയും സ്വർഗത്തിന്റെ വാതിൽക്കലെത്തുമ്പോൾ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശ അനുമതി നിഷേധിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരവസ്ഥയിലാണ്, വല്ലാത്ത വിഷമമാണ്. അവരിങ്ങനെ തിരിച്ചു പോകും. പിന്നെ സ്വർഗത്തിന്റെ മറ്റൊരു വാതിൽ തുറക്കപ്പെടുകയാണ്. മലക്കുകൾ വിളിച്ചു പറയും, കടന്നു വരൂ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കടന്നു വരൂ. വലിയ പ്രയാസത്തോടെ അയാൾ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഇതല്ലേ ആ ഒരു പരിഹാസത്തിനുള്ള തിക്തഫലം ഇങ്ങനെ അള്ളാന്റെ റസൂൽ വിവരിച്ചു കാണിച്ച പരലോകത്ത് നടക്കാൻ പോകുന്ന അവസ്ഥ. അയാളോട് പറയും, ഹലുമ്മ, കടന്നു വരൂ, കടന്നു വരൂ. അയാൾ ഇങ്ങനെ പ്രയാസം സഹിച്ചു വരികയാണ്. സ്വർഗത്തിന്റെ അടുത്തെത്തിയാൽ അയാൾ കൂടാതെ സ്വർഗമങ്ങ് അടക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്രകാരം ഇവരെ ഇങ്ങനെ പരിഹസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. വരൂ വരൂ, സ്വർഗത്തിലേക്ക് വരൂ. നിരാശ കാരണം അയാള് പോവുക പോലുമില്ല. സാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ. അയാൾക്ക് അമലുകളില്ലാഞ്ഞിട്ടല്ല, അയാൾക്ക് ഇബാദത്തില്ലാഞ്ഞിട്ടല്ല, അയാൾ ഹജ്ജ് ചെയ്യാഞ്ഞിട്ടല്ല, അയാൾ വ്യഭിചരിച്ചിട്ടില്ല, അയാൾ കള്ളു കുടിച്ചിട്ടില്ല, അയാളൊരു തെമ്മാടിത്തരവും ചെയ്തിട്ടില്ല. അയാൾ ചെയ്ത തെറ്റെന്താണ്? മറ്റൊരാളെ പരിഹസിക്കുകയേ ചെയ്തിട്ടുള്ളൂ. മറ്റൊരാളെ പരിഹസിക്കുകയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ അയാൾ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നാളെ പരലോകത്ത് മറ്റെല്ലാവരും ഇങ്ങനെ കണ്ടുവീക്ഷിക്കുകയാണ്. വരൂ, സ്വർഗത്തിലേക്ക് വരൂ. വിളിക്കുമ്പോൾ വലിയ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കടത്തി ചെല്ലുമ്പോൾ അടയ്ക്കപ്പെടും. വീണ്ടും അതുപോലെ, വീണ്ടും അതുപോലെ. അവസാനം നിരാശ മൂലം അയാൾ സ്വർഗത്തിന്റെ വാതിലിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അവിടേക്ക് പോകാതെ അയാൾ ഇങ്ങനെ നിരാശയോടെ നിൽക്കുന്ന ഒരവസ്ഥ, നരകവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അത് ആർക്കാണ്? ഇന്നൽ മുസ്തഹ്സിഈൻ, ഇന്നൽ മുസ്തഹ്സിഈൻ. ആർക്കാണ്? പരിഹാസം നടത്തിയ ആളുകൾക്ക്. അതുകൊണ്ട് നിസാരമായി കാണരുത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, നിങ്ങളിൽ നിന്നൊരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. ഇലക്ഷൻ കഴിയുകയാണ്, റിസൾട്ട് വരാൻ പോവുകയാണ്. 13-ാം തീയതി റിസൾട്ട് വരുമ്പോഴേക്കും ഓരോരുത്തരുടെയും പ്രത്യേകമായ അവരുടെ കോലമൊക്കെ ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് സമൂഹത്തിലൂടെ, നാട്ടിലൂടെ റോന്ത് ചുറ്റി അവരെ കുറിച്ച് പരിഹാസ വാക്കുകൾ പറഞ്ഞ് പൊട്ടിച്ച് ഇന്നയാളെ പൊട്ടിച്ച് അവന്റെ ഇരട്ടപ്പേരും വിളിക്കും. അങ്ങനെ നടക്കും. ഇലക്ഷൻ വരുമ്പോ ഒരുപാട് ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച അത് പ്രത്യേകം പറഞ്ഞതാണ്. ഇനിയിപ്പോ ഫലം പ്രഖ്യാപിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ആരെയും പരിഹസിക്കാൻ നിൽക്കണ്ട. ദുനിയാവില് നമ്മൾക്ക് കുറെ രസവും സുഖവും നല്ലൊരു ഇക്കിളിയൊക്കെ കിട്ടും അങ്ങനെ ഒരാളെ പരിഹസിക്കുമ്പോ. അത് പരലോകത്ത് ചെല്ലുമ്പോ അതിനിങ്ങനെ വിരല് കടിക്കും. നിസ്സാരമല്ലാതെ നിങ്ങൾ നിസ്സാരമായി കാണല്ലേ എന്റെ സഹോദരങ്ങളെ. മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ പലർക്കും ജയം ഉണ്ടാകും, പലർക്കും പരാജയം ഉണ്ടാകും. ജയവും പരാജയവും എല്ലാം ഈ ദുനിയാവിൽ പറഞ്ഞേക്കുന്നതാണ്. പക്ഷേ നാം മുസ്ലിമാണെന്ന ബോധം എപ്പോഴും വേണം. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ പള്ളിയിൽ ചില സമയത്ത് എനിക്ക് 2 മുഖം പാടില്ല. ചിലർക്കൊക്കെ രാഷ്ട്രീയത്തിലൊരു മുഖം, പള്ളിയിൽ വേറൊരു മുഖം. എന്തിനാണ് ഈ പള്ളിയിലേക്ക് വരണത്? എന്തിനാ പള്ളിയിലേക്ക് വരണത്? 2 മുഖമുണ്ടെങ്കിൽ അവന് മുഖം പൊട്ടി അവനെ നരകത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാത്തിലും ഒരുപോലെ തന്നെ വേണം. നമ്മൾ പരിഹസിക്കുമ്പോൾ ഒക്കെ വളരെ സൂക്ഷിക്കണം. മനുഷ്യാവകാശ ദിനം, അതിനിടയ്ക്ക് ലോകം പ്രഖ്യാപിച്ച മനുഷ്യാവകാശ ദിനം, ഈ ഇലക്ഷന്റെയും
ഫലപ്രഖ്യാപനത്തിന്റെ ഇടയിൽ നമ്മൾ ഡിസംബർ 10-ാം തീയതി വന്നു. മനുഷ്യ അവകാശങ്ങൾ ഒരിക്കലും ഹനിക്കരുതെന്ന വലിയൊരു മെസ്സേജ് അതിലൂടെ നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് ആരുടെയും അവകാശങ്ങൾ, മനുഷ്യന്റെ അവകാശങ്ങൾ അവന്റെ ഒരിക്കലും ധ്വംസിക്കരുത്, അത് നശിപ്പിക്കരുത്, സൂക്ഷിക്കണം. അല്ലാഹു തആല നല്ല മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, നിങ്ങളൊരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. ഇലക്ഷൻ ഏറ്റവും ഫിറ്റായ ആയത്താ. നിങ്ങളൊരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഒരുപക്ഷെ ഇവരെക്കാൾ നല്ലതവരായിരിക്കും, ഇവരെക്കാൾ നല്ലതവരായിരിക്കും. അല്ലാഹു തന്ന വലിയ കഴിവ് കൊണ്ട് അത് മറ്റൊരാളെ പരിഹസിക്കാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല. വലാ നിസാഉൻ മിൻ നിസാ, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ, സ്ത്രീകളും മറ്റു സ്ത്രീകളെ പരിഹസിക്കരുത്. അസായകുന്ന ഖൈറൻ മിൻഹുന്ന, ഒരുപക്ഷെ ഈ സംഘത്തേക്കാൾ നല്ലത് മറ്റേ സംഘമായിരിക്കും, ഈ സംഘത്തേക്കാൾ നല്ലത് മറ്റേ സംഘമായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. പരിഹസിക്കരുതെന്ന് പ്രത്യേകം എടുത്തു പറയാണ്. പരിഹാസം നിസ്സാരമല്ല. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ പരിഹാസത്തിന്റെ ദൂഷ്യഫലവും കാഠിന്യതയും എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ കുത്തുവാക്ക് പറയരുത്, കുത്തുവാക്ക് പറയരുത്. അവനുണ്ടായി പിന്നെ ഈ കുടുംബത്തിന് എന്താണെന്നറിയില്ല നാശം തുടങ്ങിയത്. അല്ലെങ്കിൽ എന്റെ ആ രണ്ടാമത്തെ പെൺകുട്ടി ഉണ്ടായ പിന്നെയാണ് വീട്ടില് വലിയ വലിയ സാമ്പത്തികമായ മുന്നേറ്റമൊക്കെ ഉണ്ടായത്. അപ്പൊ മൂത്തവന് സങ്കടം, പഠിച്ചവനെ അവനെ കുത്തിയില്ലെങ്കിലും കുത്താതെ കുത്തി, അതിന് മഫ്ഹൂം എന്ന് പറയും അറബിയില്, അതായത് വ്യംഗ്യാർത്ഥമുണ്ട്. അതായത് അവനുണ്ടായപ്പോ വലിയ സമ്പത്തൊന്നും ഉണ്ടായില്ല, ഇവളുണ്ടായപ്പോ നല്ല ഐശ്വര്യം തുടങ്ങി. അങ്ങനെയൊന്നുമില്ലാന്ന് ദുനിയാവ് കിട്ടുന്നത് അല്ലാഹു തആല പരീക്ഷണത്തിന് വേണ്ടി തന്നെ തരുന്നതാണ്. പരീക്ഷണത്തിന് തരുന്നത്. അപ്പൊ അവളുണ്ടായപ്പോ ഐശ്വര്യം ഉണ്ടായി, അവളുണ്ടായപ്പോ തഖ്വ മുഴുവൻ നഷ്ടപ്പെട്ട് ദുനിയാവുണ്ടായിട്ട് അള്ളാഹ് എന്നുള്ള ചിന്ത പോയെങ്കിലോ? അങ്ങനെ ആയിക്കൂടെ? അപ്പൊ ശരിക്കും പറഞ്ഞ അവളുണ്ടായി പിന്നെ ഐശ്വര്യം പോയി എന്നായിരുന്നു അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ വിലയിരുത്തേണ്ടത്. ദുനിയാവ് കൊണ്ട് ആരും വിലയിരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുമ്പോൾ മറ്റൊരാൾക്കത് കുത്തായി ഏൽക്കുകയാണ്. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ കുത്തുവാക്ക് പറയരുത്, വലാ തനാബസു ബിൽ അൽഖാബ്, ഇരട്ടപ്പേരുകൾ വിളിക്കരുത്, നിങ്ങൾ പരിഹാസപ്പേര് വിളിക്കരുത്. പരിശുദ്ധമായ ഖുർആന്റെ പ്രഖ്യാപനം. നല്ല പേരുണ്ടാവും എന്നാലും വിളിക്കാം. മുഹമ്മദ് എന്നിട്ടാലും വിളിക്കുമ്പോ മമ്മീക്കാന്ന് വിളിക്കും, മമ്മദിക്ക. മുഹമ്മദിക്കാന്ന് വിളിക്കാം, മമ്മദിക്ക, മമ്മീക്ക, ഔദല്, എന്തൊക്കെയാണ് ഈ വിളിക്കുന്നത്? നല്ല നല്ല പേരുകൾ ഇസ്ലാമിൽ അല്ലാഹു തആല പ്രത്യേകമായി പരിഗണന കൊടുത്തിട്ടുള്ള പേരുകൾ ഉണ്ടാകും. വിളിക്കുന്നതോ അപ്പൊ അതൊക്കെ ആകെ ഉൾട്ടയാക്കിയിട്ട് വേറെ ഏതോ രൂപത്തിൽ വിളിക്കുകയാണ്. അത് പരിഹാസത്തിനും വിളിക്കുകയാണ്. നിങ്ങൾ ഇരട്ട പേരുകൾ വിളിക്കരുതേ. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ ഇരട്ട പേരുകൾ വിളിച്ചുകൊണ്ട് ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല. ബിഅസ ലിസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ബിഅസ ലിസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. അവിടെ ഒരു ഓതുന്ന ശൈലിയും കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഖുർആനിൽ നോക്കുമ്പോൾ ബിഅസൽ ഇസ്മുന കാണുള്ളൂ. അവിടെ ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് എന്ന് അവിടെ ആ ഖുർആൻ നോക്കുമ്പോൾ സാധാരണ തിരിയുള്ളൂ. അത് സൂറത്ത് ഹുജറാത്തിൽ 11-ാമത്തെ ആയത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് എന്ന ഒരു ഓത്തറിയാത്തൊരു സാധാരണ ഉസ്താമാരെന്നെ ഓതനെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ബിഅസൽ ഇസ്മുൽ, അങ്ങനെയല്ല അവിടെ ഓതുണ്ട്. ബിഅസ ലിസ്മുൽ ഫുസൂഖ്, ബിഅസ ലിസ്മുൽ ഫുസൂഖ്. നിങ്ങൾ ഹുജറാത്ത് സൂറത്ത് നോക്കിയിട്ട് 11-ാമത്തെ ആയത്തിനെ ശ്രദ്ധിച്ചാൽ മതി. ബിഅസ ലിസ്മുൽ ഫുസൂഖ്. അല്ലാഹു തആല ഒരുപാട് ഇൽമു പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബിഅസ ലിസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. ഒരാൾ വിശ്വാസിയായതിനു ശേഷം മോശമായ പേരുകൾ കൊണ്ടുള്ള പ്രയോഗം അതെത്ര മോശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഇങ്ങനെ പരിഹാസ പേരുകൾ വിളിച്ചിട്ട് അവൻ തൗബ ചെയ്തില്ലെങ്കിൽ അവൻ വലിയ അക്രമികളിൽ പെട്ടുപോകും. പരലോകത്ത് വന്നിട്ട് അവന്റെ സമ്പത്തോ അവന്റെ ഒന്നും അവൻ ഉപകരിക്കാത്തൊരവസ്ഥയിൽ അവൻ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സൂക്ഷിക്കുക.
അത്ര വലിയ ഗൗരവമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാന്റെ ഹബീബിനോട് ചെറുപ്പകാലമാണ്, ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുസൃതിത്തരങ്ങളൊക്കെ ആയിഷ ബീവിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അള്ളാന്റെ ഹബീബ് കടന്നു വന്നപ്പോൾ ആയിഷ ബീവി ഒരിക്കൽ പറയുകയാണ്, റസൂലുള്ളാഹ് വാദിക്കാൻ പറ്റിയ ഒരാളെ വന്ന് ലോകത്തിന്റെ സൃഷ്ടിക്ക് കാരണഭൂതനായ മുത്തുനബി കടന്നു വന്നപ്പോ ആയിഷ ബീവി പറഞ്ഞ പ്രയോഗമാണ്, റസൂലുള്ളാഹ് വാദിക്കാൻ പറ്റിയ ഒരാൾ കടന്നു വന്നേക്കുന്നു. ആ ഒരു പരിഹാസ രൂപത്തില്. ചെറുപ്പാണ്, ചെറിയ കുട്ടിയാണ്, പിന്നെ പക്വതയിലേക്ക് എത്തിയ കാലങ്ങൾ വേറെ. അങ്ങനെ ആയിഷ ബീവി മറ്റുള്ള ഭാര്യമാരിൽപ്പെട്ട സഫിയ ബീവിയെ കുറിച്ച് കസീറ അവള് കുള്ളത്തിയാണ്. നമ്മൾക്ക് പലപ്പോഴും പറയാറുണ്ട്, അയൽവാസിയുള്ള കുള്ളനില്ലേ, അങ്ങനെ പറയാറുണ്ട്. അയാൾക്കത് ഇഷ്ടമില്ലെങ്കിൽ, അയാൾക്കത് പൊരുത്തമില്ലെങ്കിൽ ആ ഒരു പ്രയോഗത്തിന്റെ പരിണത ഫലം എത്രയാണ്. ആയിഷ ബീവിയോട് അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ ആയിഷ ലഖദ് ഖുൽതി ബികലിമത്തിൻ ലൗ മുസിജത ബിമാഇൽ ബഹരി ലമസജതുഹു. നീ പറഞ്ഞ വാക്ക് അതൊരു കടലിൽ മുക്കിയാൽ ആ കടലിലെ വെള്ളം മുഴുവൻ നശിച്ചു പോകും ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ. അത് കടലിൽ മുക്കിയാൽ കടലിലെ വെള്ളം മുഴുവൻ നശിച്ചു പോകും. അത്ര ഗൗരവമുള്ള വാക്കാണ്. കടലിലെ ഉപ്പ് നമുക്കറിയാം, ചീത്തയായ നജസായ തോലിനെ പോലും ഉപ്പ് കൊണ്ട് ഊറക്കിട്ടാൽ ആ തോല് ശുദ്ധിയാകുന്ന, പലതിനെയും ശുദ്ധിയാക്കുന്ന വസ്തുവാണ് കടൽ. ആ കടലിൽ കൊണ്ടുപോയി ആയിഷ നീ പറഞ്ഞ ആ കുസൈറ എന്ന ആ ഒരു വാക്ക്, സഫിയെ കുറിച്ച് പറഞ്ഞ വാക്ക് കടലിൽ കൊണ്ടുപോയിട്ടാൽ ആ കടലിലെ വെള്ളം മുഴുവൻ മോശമായി പോകും ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, നമ്മുടെ പ്രയോഗങ്ങളിലൊക്കെ പലപ്പോഴും വന്നിട്ടുള്ള പരലോകത്ത് കുടുങ്ങുന്ന, സ്വർഗത്തിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിൽ നിന്നും ആ വാതിൽ തുറന്നിട്ട് നമ്മെ പറ്റിച്ച് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ വാതിൽ അടയ്ക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുന്ന വാക്കുകൾ എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. നമ്മളെല്ലാവരും ചിന്തിക്കാവിടരുന്നിട്ട്, എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റം നാവിനെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പരിശുദ്ധമായ ഖുർആൻ ഒരു സൂറത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു സൂറത്ത് തന്നെ പരിഹാസവുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ പരിഹസിക്കുന്നതിന്റെ ഗൗരവത്തെ കുറിച്ച് അറിയിക്കാൻ പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് തന്നെയുണ്ട്. സൂറത്തുൽ ഹുമസ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തിപ്പറയുന്നവനും അവഹേളിക്കുന്നവനും നാശം. എല്ലാ ദിവസവും ഈ സൂറത്ത് ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ഓതുന്നുണ്ടാകും. നാശം 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 എന്നുള്ള കുത്തുവാക്ക് പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നവന് നാശം. അവൻ നമ്മുടെ കമ്പനി കയറിയപ്പോ മുതലേ തുടങ്ങിയതാ കമ്പനിയിൽ പ്രശ്നം. ആ സാധു ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുത്തുവാക്ക് പറയുകയും അവഹേളിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ എന്തോ വ്യക്തിവൈരാഗ്യം തീർക്കുക. ഒന്നിരിക്കൽ സംഘടനയിൽപ്പെട്ട ആളായിരിക്കൂല, അല്ലെങ്കിൽ അയാളുടെ ആദർശത്തിൽപ്പെട്ട ആളായിരിക്കൂല. അപ്പൊ ഇങ്ങനെ കുത്തി ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ സാധുവിനൊരു പ്രശ്നമില്ല, ഈ സാധു അതിൽ പെടൂല. മറിച്ച് ഈ പറയുന്നവൻ പരലോകത്ത് പെടൽ നിസ്സാരമല്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുമസ എന്നും പറഞ്ഞൊരു സൂറത്ത് തന്നെ, അതിൽ എല്ലാവരും ഓതുമ്പോൾ അതിന്റെ പ്രയോഗം തന്നെ വൈൽ നാശം നാശം നാശം. വൈലിൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്ക് പറയുന്നവനും ആക്ഷേപം പറയുന്നവനും നാശം ഭവിക്കട്ടെ, നാശം ഭവിക്കട്ടെ. എല്ലാവരും ഈ സൂറത്ത് ആരൊക്കെ ഓതുന്നുണ്ടോ അത് ഓതുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നവനും നാശമെന്ന ശാപം വന്നുകൊണ്ടിരിക്കുകയാണ്. സാരമല്ല, നിസ്സാരമല്ല. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ആക്ഷേപം പറയുന്നവനും കുത്തുവാക്ക് പറയുന്നവനും നാശം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അതിന്റെ ഉടനെ തന്നെ ഒരു പറയുന്ന പ്രയോഗം വളരെ ഗൗരവവും അർത്ഥവത്തുമാണ്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സമ്പത്ത് അത് ഒരുമിച്ച് കൂട്ടിയിട്ട് എണ്ണിക്കൊണ്ടിരിക്കുക. ബാങ്ക് ബാലൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറവുണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ്. നല്ല സമ്പന്നനാണ്. സമ്പത്ത് വന്നപ്പോ പിന്നെ പിടുത്തം പിടി, ഞാൻ എന്തോ സംഭവം എന്ന് വിചാരിച്ചു. അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയാണെന്ന് അവൻ കരുതിയില്ല. അവനിങ്ങനെ സ്വയം മറന്നു. അവൻ മറ്റുള്ളവരെ പരിഹസിക്കാൻ തുടങ്ങി. അവൻ മഹാന്മാരെ മോശപ്പെടുത്താൻ തുടങ്ങി. അവൻ ആലിമീങ്ങളെ ചീത്ത പറയാൻ തുടങ്ങി. അവൻ പാവപ്പെട്ട ഫക്കീറമാരെ എന്തിനാണ് അയാൾ ഇങ്ങനെ തിണ്ടാൻ വരുന്നതെന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ അയാൾ സ്വയം വില മറന്ന് പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥ. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സമ്പത്ത് ഉണ്ടാകുമ്പോഴാണ് കൂടുതലായി സ്വഭാവം കണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രയോഗം അങ്ങനെയാക്കി. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ആക്ഷേപം പറയുകയും അവഹേളിക്കുകയും കുത്തുവാക്ക് പറയുകയും ചെയ്യുന്നവന് നാശം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ.
സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അതിങ്ങനെ ബാങ്ക് ബാലൻസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ വിചാരം അവൻ ആരാന്നാ, അവന്റെ സമ്പത്ത് അവനെങ്ങനെ വല്ലാതെ അവനെ വല്ലാതെ പ്രൊട്ടക്ഷൻ നൽകും സമ്പത്ത് അവനെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ എപ്പോഴും ആ സമ്പത്ത് കൂടെ ഉണ്ടാവുന്ന അവൻ വിചാരിച്ചു. ഇല്ല, കല്ലാല യുംബദന്ന ഫിൽ ഹുതമ, തീർച്ച നിസംശയം അവനെ യുംബദന്ന ഫിൽ ഹുതമ, ഹുതമയിൽ അവനെ വലിച്ചെറിയപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. വമാ അദ്റാക മൽ ഹുതമ, നബിയേ അങ്ങക്കറിയുമോ ഹുതമ എന്താണെന്നറിയുമോ നബിയേ? നാറുല്ലാഹ്, അല്ലാഹുവിന്റെ നരകമാണ്. അല്ലത്തി നാറുല്ലാഹിൽ മൂഖദ, കത്തിക്കാളുന്ന നരകമാണ്. അല്ലത്തി നാറുല്ലാഹിൽ മൂഖദത്തുല്ലത്തി തത്തലു, അതെ ബിൽ അഫ്ഇദ, മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് നെഞ്ചുകളിലേക്ക് തുളച്ചു കയറുന്ന, കത്തിത്തുളച്ചു കയറുന്ന നരകമാണ് മൂഖദ. ഏത്? ഹുതമ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് ഒരാളെയും പരിഹസിക്കരുത്, ഒരാളെയും പരിഹാസ വാക്കുകൾ കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുത്തരുത്, ഒരാളുടെയും ആത്മാഭിമാനത്തെ ചൂഷണം ചെയ്യരുത്. പരിശുദ്ധമായ ഖുർആൻ അതിശക്തമായി പറയുന്നതാണ്, ഇന്നഹാ അലൈഹിം മുഅ്സദ, ആ ഹുതമ എന്ന നരകത്തിൽ അവനെ മൂടപ്പെടുന്നതാണ്. ഫീ അമദിൻ മുമദ്ദദ, നീട്ടപ്പെട്ട വലിയ തൂണുകളുണ്ട്. ആ തൂണുകളിൽ കെട്ടിയിട്ടിട്ട് അവനെ അടക്കം ചെയ്യപ്പെട്ട നരകം മൂടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പരിഹസിക്കാറുണ്ടോ? കടകളിൽ ചായ കുടിച്ച് തമാശയ്ക്ക് ബന്ധവും പറയുമ്പോ മറ്റൊരാൾക്ക് പരിഹാസമേൽക്കുന്ന രൂപത്തിലെ സംസാരങ്ങൾ വരാറുണ്ടോ? ആലോചിച്ചു നോക്കണം. അത് നിസാരമല്ല, അതിന്റെ ഗൗരവം വലുതാണ്, അതിന്റെ ഗൗരവം വലുതാണ്. എന്തുകൊണ്ട് ഈ പരിഹാസം ഇത്ര ഗൗരവമായി തീരാൻ കാരണം? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ പരിഹാസത്തെ കാണാൻ കാരണം? ഒരാളുടെ ആത്മാഭിമാനമാണ്, നാവ് കൊണ്ടുള്ള മുറിവാണ്. ഒരു മുറിവ് കയ്യിൽ പറ്റി ആ മുറിവൊന്ന് സ്റ്റിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ മുറിവിനോട് പൊരുതി നമുക്ക് നിൽക്കാൻ കഴിയും. എന്നാൽ ഒരാളുടെ നാവ് കൊണ്ട് ഒരാൾക്ക് വേദന അനുഭവപ്പെട്ടാൽ ആ മുറിവ് ചെറുതല്ല, തോക്കു തോൽക്കും പോർവീജികളിൽ നാക്കുകൾ വിജയം കൊയ്യും. വീര്യമുള്ളൊരു വാക്കിനു മുന്നിൽ വൻമതിലുകൾ വീണുടയും. വീര്യമുള്ളൊരു വാക്ക് മുന്നിൽ അല്ലിസാനു മിനൽ കലാമി ഫഇന്നഹു കഹ്ഫുൽ ബലാഇ വജാലിബുൽ ആഫാതി. നാവിനെ സൂക്ഷിക്കപ്പെടണം, കാരണം അത് കഹ്ഫുൽ ബലാ, ദുരന്തങ്ങളുടെ മാളമാണ്, ദുരന്തങ്ങളുടെ ഗുഹയാണ്. വജാലിബുൽ ആഫാതി, അപകടങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവരുന്ന ഒരു വസ്തുവാണ് നാവ്. ആ നാവ് കൊണ്ട് ഒരാളെയും പരിഹസിക്കാൻ പാടില്ല. പലിശ 73 വിഭാഗമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അർരിബാ 73 ബാബ. ഈ പലിശയ്ക്ക് 73 വാതിലുകളുണ്ട്, 73 പാപുകളുണ്ട്, 73 പാർട്ടുകളുണ്ട് പലിശ. ഐസറുഹ, അതിലേറ്റവും ചെറുത് അയ്യൻകിഹ റജുലു ഉമ്മഹു, ഉമ്മാനെ വിവാഹം കഴിക്കലാണ്. വിവാഹം കഴിക്കുന്നതിന് ഏറ്റവും ചെറുത്, അതിന്റെ ഗൗരവം അത്രയും ഗൗരവമാണ്. ഉമ്മാനെ വിവാഹം കഴിക്കുന്ന അത്രയും ഗൗരവമാണ് പലിശയുടെ ഏറ്റവും ചെറിയ ബാബ്, ഏറ്റവും ചെറിയ പാർട്ട്. അള്ളാഹു കാക്കട്ടെ, നിസ്സാരമായി കാണരുത്. ഇനിയോ അള്ളാന്റെ റസൂൽ പറയുകയാണ്, പലിശയിലെ ഏറ്റവും പവറുള്ള പലിശ മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കലെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ചെറുത് അൻയൻകിഹൽ മർഉ ഉമ്മഹു, ഒരാൾ ഉമ്മാനെ വിവാഹം കഴിക്കലാണ്. ഏറ്റവും വലുതോ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കലാണ്. അപ്പൊ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതിന്റെ പവർ എത്രയാണെന്ന് ആലോചിച്ച് നോക്ക്. അഭിമാനത്തിന് ക്ഷതം, ഒരാളെ പരിഹസിക്കുന്നതിന്റെ, ഒരാളെ ഇരട്ട പേര് വിളിക്കുന്നതിന്റെ, ഒരാളെ ഇലക്ഷന് തോറ്റതിന്റെ പേരിൽ അയാളെ മോശം പറയുന്നതിന്റെ, അതിന്റെയൊക്കെ അയാളെ കുറിച്ച് പരിഹാസമാണ്. അയാളുടെ കോലം ഉണ്ടാക്കി, അങ്ങനെ നാട്ടു മുഴുവൻ അയാളുടെ കോലം എങ്ങനെ കാണിച്ചു നടന്ന് അവസാനം എവിടെ കൊണ്ടുപോയി കത്തിച്ചു, അയാളങ്ങ് പരിഹസിച്ചു വിട്ടു. ഉസ്താദെ, അത് രാഷ്ട്രീയ ഉസ്താദ്, അതിവിടെ പറയേണ്ട ഉസ്താദ്, അതിവിടെ വേണ്ട ഉസ്താദെ, അത് പുറത്തല്ലേ, പറ്റൂല, അത് പറ്റൂല. പരലോകത്തേക്ക് വിജയം ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളാണ് എന്റെ വർത്തമാനം. രാഷ്ട്രീയമൊക്കെ വരും പോകും, അതിങ്ങനെ നടക്കും, അതിന്റെ പോലെ കോലത്തിൽ ഇങ്ങനെ നടക്കും. പക്ഷേ നമുക്ക് അവസാനം മടങ്ങേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ചെല്ലാം A മുതൽ Z വരെ അല്ലേ,
ഏത് വാക്ക് പറഞ്ഞിട്ടുണ്ടോ ലദൈഹി, അവൻ ഏത് വാക്ക് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ റഖീബ് അതീദ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരു വാക്ക് പറഞ്ഞോ, ഏതൊരു പ്രവൃത്തി നടത്തി അതിന്റെ ഒക്കെ കൂടെ റഖീബ് അതീദ് ഉണ്ടെന്ന ബോധത്തോടു കൂടി വേണം എന്റെ മുഅ്മിനീങ്ങൾ പെരുമാറാൻ. അതുകൊണ്ട് അമിത ആവേശങ്ങൾ പാടില്ല. അള്ളാഹു നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്കെല്ലാം ഖൈർ നൽകട്ടെ. മഹാനായ മുഹമ്മദ് മുസ്തഫ നിർത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനം, ഈ ഡിസംബർ 10 മനുഷ്യ അവകാശ ദിനമാകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ മനുഷ്യ അവകാശ സമ്മേളനം അവിടുന്ന് അറഫ മൈതാനിയിൽ വിളിച്ചുകൂട്ടിയിട്ട് തന്റെ മുന്നിലിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളോട് നടത്തിയ മനുഷ്യ അവകാശ പ്രഖ്യാപനത്തിൽ അവിടുന്ന് നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹാബത്തിനോട് ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും, രക്തം ചീന്തൽ ഹറാമാണ്, സമ്പത്ത് കൊള്ളയടിക്കൽ, അനർഹമായ സമ്പത്തിന് മറ്റൊരാളുടെ സമ്പത്തിനെ കൈവശപ്പെടുത്തൽ ഹറാമാണ്, മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ച് ചീന്തൽ ഹറാമാണ്. കയ്യൗമിക്കും ഹാദാ, അറഫാ ദിവസം ദുൽഹജ്ജ് 9 അന്നാണ്. ലോകത്തെ ഏറ്റവും നല്ല ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് ദുൽഹജ്ജ് 9. ആ ദിവസത്തിന് അള്ളാഹു എത്ര പവിത്രത നൽകിയിട്ടുണ്ടോ, ലക്ഷക്കണക്കിന് ഉമ്മത്തിന്, ഈ സമുദായത്തിലെ പാവങ്ങൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കുന്ന ദിവസമാണ് അറഫാ ദിവസം. ആ ദിവസത്തിന്റെ ഹുർമത്ത് പോലെ തന്നെ നിങ്ങളുടെ അഭിമാനത്തിനും ഹുർമത്തുണ്ട്, നിങ്ങളുടെ അഭിമാനത്തിനും അതിനും സുരക്ഷയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. വശഹിരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവർ പോലെ അള്ളാഹുവിന്റെ പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന് വേണ്ടി ശിർക്കിനെതിരെ അതിശക്തമായ പോരാട്ടം ഭരിച്ച അവസാന വിജയത്തിന്റെ ഉത്തുംഗ സോപാനങ്ങളിലേക്ക് കുതിച്ചു വരുന്ന മഹത്തായ മാസമാണ് ദുൽഹജ്ജ്. അത് ആ ഇബ്രാഹിം നബിയെ ഓർക്കുന്ന മഹത്തായ മാസം. വബലദിക്കും ഹാദാ, ഈ നാട് പോലെ വിശ്വാസിയുടെ അഭിമാനം ഈ നാട് പോലെ ഹറാമാണ്, ആരും പിച്ചു ചിന്താൻ പാടില്ല. ഏത് നാട്? പരിശുദ്ധമായ കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ മുലിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, പരിശുദ്ധമായ കഅബാലയം, ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ഭവനമായി അല്ലാഹു പണിതുയർത്തിയ പരിശുദ്ധമായ ആ കഅബാലയം ഇരിക്കുന്ന ആ സ്ഥലത്തിന്റെ പവർ പോലെ നിങ്ങളുടെ അഭിമാനം വലുതാണ് എന്ന സൂചന നൽകുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ ചുരുക്കുകയാണ്. ഒരാളെയും ഒരു നാവ് കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് ഒരു നിലക്കും വേദനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. അല്ലാഹു തആല നമുക്കെല്ലാം നല്ല ബുദ്ധിയും നല്ല സ്വഭാവവും നല്ല പ്രവർത്തനവും നല്ല ജീവിതവും എല്ലാം നൽകി അവസാനം ആഖിബത്ത് നന്നായി അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങുവാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.